ഇന്നലെ രാത്രിയോടെ ഒരു ഞെട്ടിക്കുന്ന വാർത്ത എല്ലാവരും കേട്ട് കാണും. ഇന്ത്യയിൽ നിന്ന് ബ്രഹ്മോസ് മിസൈൽ വാങ്ങാനായിട്ട് ഇന്തോനേഷ്യ തീരുമാനിച്ചിരിക്കുന്നുവെന്നും അതല്ല ബ്രഹ്മോസ് മിസൈൽ വാങ്ങാനുള്ള കരാറിൽ ഓൾറെഡി ഒപ്പിട്ടുവെന്നും പണം കൈമാറി കഴിഞ്ഞുവെന്നുമൊക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതായത് ഇന്തോനേഷ്യ എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന പോലെ വളരെ പ്രധാനപ്പെട്ടൊരു രാജ്യമാണ്. ലോകത്ത് തന്നെ വളരെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ ഒന്നാണ്. കാരണം ഉയർന്ന പോപ്പുലേഷനുള്ളൊരു രാജ്യമാണ്, സാമാന്യം വലിപ്പമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ്. കാരണം ഒരുപാട് ദ്വീപുകൾ ചേർന്നാണ് ഇന്തോനേഷ്യ എന്ന് പറയുന്ന രാജ്യമായിട്ട് നിലനിൽക്കുന്നത്. മാത്രമല്ല ഇന്ത്യൻ ഓഷനിലെ പ്രധാനപ്പെട്ട, ഏഷ്യയിൽ തന്നെ ഇന്ത്യയും ചൈനയും കഴിഞ്ഞാൽ വളരെ ഉയർന്ന പോപ്പുലേഷനുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്തോനേഷ്യ. ഇന്തോനേഷ്യയും ഇന്ത്യയും തമ്മിലുള്ള കരാറ് നടന്നിട്ടുണ്ടെങ്കിൽ അത് ബ്രേക്ക് ത്രൂ എന്ന് പറയേണ്ടി വരും. കാരണം ഇന്തോനേഷ്യ ഒരു ഇസ്ലാമിക രാജ്യമാണ്. ഇസ്ലാമിക രാജ്യമാവുന്നതിന് മുമ്പ് ഇന്ത്യൻ കൾച്ചർ വ്യാപകമായിട്ടുണ്ടായിരുന്ന ഒരു രാജ്യമാണ് ഇന്തോനേഷ്യ. അതായത് ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്ത് നിന്ന് സിവിലൈസേഷൻ വ്യാപിച്ചു കിടന്ന റീജൻ, സൗത്ത് ഈസ്റ്റ് ഏഷ്യ എൻറ്റയർ ഏരിയ ഇന്ത്യൻ കൾച്ചറിന്റെ ഭാഗമായിരുന്നു. അശോകന്റെ കാലം തൊട്ട് നമുക്കറിയാവുന്ന രേഖകളുണ്ട്. അത് കഴിഞ്ഞ് ചോള സാമ്രാജ്യത്തിന്റെ കാലഘട്ടത്തിലും ചോളന്മാരുടെ ഇൻഫ്ലുവൻസ് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഈവൻ ഇന്ത്യക്ക് പുറത്ത് തദ്ദേശീയമായിട്ട് ഇന്ത്യൻ കൾച്ചറിൽ അധിഷ്ഠിതമായ സംസ്കാരവും അതുപോലെ രാജവംശങ്ങളുമൊക്കെ രൂപം കൊണ്ടിട്ടുണ്ട് ഇന്തോനേഷ്യയിലും കംബോഡിയയിലും മറ്റ് സൗത്ത് ഈസ്റ്റ് രാജ്യങ്ങളിലുമൊക്കെ. അപ്പോൾ ഇന്ത്യയുടെ ബ്രദർ സ്റ്റേറ്റ് എന്നോ സിസ്റ്റർ സ്റ്റേറ്റ്സ് എന്നോ ഒക്കെ വിളിക്കാവുന്ന രാജ്യങ്ങളാണ് ഇന്തോനേഷ്യയൊക്കെ. ഇന്നത് ഇസ്ലാമിക രാജ്യമാണെങ്കിൽ പോലും ഇന്ത്യൻ കൾച്ചർ ഇപ്പോഴും ഇന്തോനേഷ്യയിൽ വളരെ ശക്തമായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് ബ്രഹ്മോസ് സൂപ്പർസോണിക് മിസൈൽ വാങ്ങാനായിട്ടുള്ള ഇന്തോനേഷ്യയുടെ തീരുമാനം ശരിക്കും ലോക രാജ്യങ്ങളെ ഒട്ടാകെ ഞെട്ടിക്കാൻ ഇടയുള്ള ഒരു തീരുമാനമാണ്. കാരണം 2022 ഇന്ത്യയിൽ നിന്ന് ഫിലിപ്പീൻസ് ബ്രഹ്മോസ് മിസൈൽ വാങ്ങിയപ്പോൾ തന്നെ പല രാജ്യങ്ങളും അമ്പരന്നു. കാരണം അതുവരെ ഇന്ത്യ ആയുധ കച്ചവടമൊക്കെ നടത്തിയിരുന്നെങ്കിലും ഇത്രയും വലിയൊരു ആയുധ കച്ചവടം നടത്തുന്നത് ആദ്യമായിട്ടാണ്. ഒരു പ്രധാനപ്പെട്ട ആയുധം ഫിലിപ്പീൻസ് പോലൊരു അമേരിക്കയുടെ അടുത്ത സുഹൃത്ത് രാജ്യത്തിന് നൽകുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു സുപ്രധാനപ്പെട്ട ഒരു തീരുമാനം ഇന്ത്യ എടുത്തു. ഇന്ത്യയിൽ നിന്ന് ബ്രഹ്മോസ് വാങ്ങിയതിന് ശേഷം ചൈനയുടെ ഫിലിപ്പീൻസിനോടുള്ള അഗ്രസീവായിട്ടുള്ള പെരുമാറ്റത്തിൽ വലിയ മാറ്റം വന്നു എന്നതും ലോകത്തെ അമ്പരപ്പിച്ചതാണ്. അതുപോലെ തന്നെയാണ് അർമേനിയയ്ക്ക് ഇന്ത്യ ആയുധങ്ങൾ കൊടുത്തത് ലോകത്തെ ഞെട്ടിച്ചിരുന്നു. ശബ്ദത്തിന്റെ 3 ഇരട്ടി വേഗത്തിൽ ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിക്കുന്ന ലോകത്തിലെ തന്നെ ഏക സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ് ബ്രഹ്മോസ് എന്ന് പറയുന്നത്. ഏതൊരു രാജ്യത്തിന്റെയും സുരക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ആയുധമാണിത്. പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് പാകിസ്ഥാനെ തലങ്ങും വിലങ്ങും അടിക്കാൻ ഇന്ത്യ ഉപയോഗിച്ച ആയുധം, പ്രധാനപ്പെട്ട ആയുധം ഇതായിരുന്നു. ഇവിടെ നമ്മുടെ അടുത്തുനിന്ന് ഇന്തോനേഷ്യ ബ്രഹ്മോസ് വാങ്ങുന്നു എന്നത് മാത്രമല്ല ചർച്ചാ വിഷയം, മറിച്ച് അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ശേഷം ഒരു പ്രധാനപ്പെട്ട ആയുധ വ്യാപാര ശക്തിയായിട്ട് ഇന്ത്യ ഉയർന്നവരാണ്. നിലവിൽ നമ്മളെക്കാൾ കൂടുതൽ ആയുധം കച്ചവടം ചെയ്യുന്ന രാജ്യങ്ങൾ വേറെയുണ്ട്. ഇപ്പോ ഫ്രാൻസ് ഉണ്ട്, ചൈനയുണ്ട്, ബ്രിട്ടൻ ഉണ്ട്. ഒരുപാട് രാജ്യങ്ങൾ ആയുധ വ്യാപാരം നടത്തുന്നുണ്ട്. ശരിയാണ്, ലോകത്ത് ആയുധ കച്ചവടം നടത്തുന്ന രാജ്യങ്ങളിൽ ഒരു 20 രാജ്യം എടുത്താൽ അതിലൊന്ന് മാത്രമാണ് നിലവിൽ ഇന്ത്യ. ഞാൻ പക്ഷേ കമ്പയർ ചെയ്തത് അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ശേഷം ഇന്ത്യ എന്നുള്ള രീതിയിലാണ്. അത് വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം മാത്രമല്ല, ഒരുപാട് എക്സ്പേർട്സ് വിശ്വസിക്കുന്നത് ഇന്ത്യ ലോങ് ടേം റിലേഷൻസ് ബിൽഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് ഒന്നിലേറെ പാർട്ട്നേഴ്സുമായിട്ട് ഡിഫൻസ് രംഗത്ത് സുസ്ഥിരമായ ബന്ധം, എങ്ങനെയാണോ ഒരു കാലത്ത് റഷ്യയും അമേരിക്കയും കൂടുതൽ രാജ്യങ്ങളുമായിട്ട് വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു ബന്ധം ഉണ്ടാക്കിയെടുത്തത്, ആ രീതിയിൽ ചൈനയെ മറികടന്നുകൊണ്ട് ഇന്ത്യ ഒരു ഗ്ലോബൽ പ്ലെയർ ആയിട്ട് മാറുന്നു എന്നതാണ് പൊതുവെ ഈ ഡിഫൻസുമായി ബന്ധപ്പെട്ടുള്ള എക്സ്പേർട്സിന്റെ ഒക്കെ അഭിപ്രായം എന്ന് പറയുന്നത്. ഒരു ഗെയിം ചേഞ്ചർ ആയിട്ടാണ് അവർ ഇന്ത്യയെ കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഫ്രാൻസും അല്ലെങ്കിൽ ബ്രിട്ടനും അങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ, ചൈന അടക്കം, ഇവരൊക്കെ തന്നെ ആയുധ കച്ചവടം കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് നടത്തുന്നുണ്ട്. എന്നാൽ അതിലേക്ക് പുതിയതായിട്ട് വന്നൊരു രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യ മാത്രമല്ല, വന്നതിന് ശേഷം ഇന്ത്യ ബിൽഡ് ചെയ്യുന്ന റിലേഷൻസ്, ഇന്ത്യയുമായിട്ട് ആയുധ ഇടപാട് നടത്തുന്ന രാജ്യങ്ങൾ, ഇതാണ് ഇന്ത്യയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത്. ഇപ്പൊ ഇന്ത്യയുടെ ആയുധ വ്യാപാരത്തിൽ നിലവിലെ സ്റ്റാർ എന്ന് പറയുന്നത് ബ്രഹ്മോസ് ആണ്. കൂടാതെ പിനാക, ആകാശ്, ഡ്രോൺ ഡിഫൻസ് സിസ്റ്റംസ് അടക്കം നിരവധി ആയുധങ്ങൾ, ആർട്ടിലറി ഗണ്ണുകൾ, ഇതെല്ലാം ഇന്ത്യയിൽ നിന്ന് ധാരാളം രാജ്യങ്ങൾ വാങ്ങുന്നുണ്ട്. പെട്രോൾ വെസൽസ്, അതായത് കടൽ നിരീക്ഷണ കപ്പലുകൾ, ഡോണിയർ വിമാനങ്ങൾ, ടോർപിഡോകൾ, ഇങ്ങനെ നിരവധി ആയുധങ്ങളാണ് പല രാജ്യങ്ങളും ഇന്ത്യയിൽ നിന്ന് വാങ്ങുന്നത്. ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി കേവലം ഏതെങ്കിലും 1-2 ഘടകത്തെ മാത്രം ആശ്രയിക്കുന്നതല്ല. മിസൈലോ തോക്കോ അങ്ങനെയുള്ള ഏതെങ്കിലും 1-2 കാര്യങ്ങളെ മാത്രം ആശ്രയിക്കുന്നതല്ല. ലോകത്തിലെ 100-ൽ അധികം രാജ്യങ്ങളിലേക്ക് ചെറുതും വലുതുമായിട്ടുള്ള ആയുധങ്ങളും അവയുടെ ഭാഗങ്ങളും ഇന്ന് ഇന്ത്യ വിൽപ്പന നടത്തുന്നുണ്ട്. ഇവിടെയാണ് ചൈനയും ഇന്ത്യയും തമ്മിലുള്ള വ്യത്യാസം. ലോകത്തെ വികസിത രാഷ്ട്രങ്ങൾ ഉൾപ്പെടെ ഇന്ത്യ വിശ്വസിക്കുന്നു, ഇവരാരും ചൈനയെ വിശ്വസിക്കുന്നില്ല. ഇന്ത്യയുടെ പോപ്പുലേഷനെ
ഇന്ത്യ ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായി ആ ഒരു മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന രാജ്യമായതുകൊണ്ട് തന്നെ ഇന്ത്യ തന്ത്രപരമായിട്ട് യൂസ് ചെയ്യാണ്. ചൈന ലോകത്തിന് മുന്നിൽ എല്ലാത്തരം വാതിലുകളും കൊട്ടിയടച്ച് ചൈന ഒരു ഏകാധിപത്യ ശൈലിയിലേക്ക് പോയത് കൊണ്ട് തന്നെ ലോകരാജ്യങ്ങൾ ഡിഫൻസ് രംഗത്ത്, വിശേഷിച്ച് യൂറോപ്യൻ രാജ്യങ്ങളും ശക്തമായ ഏഷ്യൻ രാജ്യങ്ങളും അമേരിക്കൻ കമ്പനികളും ഡിഫൻസ് രംഗത്ത് ചൈനയുമായിട്ട് സഹകരിക്കാൻ പോകുന്നില്ല. പക്ഷെ അവർക്ക് മാൻ പവർ ആവശ്യമാണ്, വിശ്വസ്തനായിട്ടുള്ള ഒരു പങ്കാളി ആവശ്യമാണ്. ആ പങ്കാളിയെ അവർ കാണുന്നത് ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ നിന്ന് പൂർണ്ണ രൂപത്തിലുള്ള ആയുധങ്ങൾ അഥവാ ഫിനിഷ്ഡ് വെപ്പൺ സിസ്റ്റംസ് വാങ്ങുന്ന രാജ്യങ്ങളിൽ മുൻപന്തിയിലുള്ളത് നിലവിൽ അർമേനിയാണ്, ഇന്ത്യയുടെ ഏറ്റവും വലിയ ഉപഭോക്താക്കളിൽ ഒരാൾ. അവര് ഇന്ത്യയിൽ നിന്ന് ആകാശ് മിസൈൽ വാങ്ങുന്നുണ്ട്, പിനാക വാങ്ങുന്നുണ്ട്, ആർട്ടിലറി ഗണ്ണുകൾ വാങ്ങുന്നുണ്ട്. ഇന്ത്യയുടെ ഒരു ലോങ് ടേം ഡിഫൻസ് പാർട്ട്ണർ ആയിരിക്കും അർമേനിയ. അതായത് ഫ്യൂച്ചറിലും ഇന്ത്യയിൽ നിന്ന് ഒരുപാട് ആയുധങ്ങൾ, അതുപോലെ നമ്മൾ കൊടുക്കുന്ന ആയുധങ്ങളുടെ സർവീസ്, അപ്ഡേറ്റ്സ്, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ റഷ്യയുമായിട്ട് ഉണ്ടാക്കിയെടുത്ത പോലത്തെ ഒരു ഡിഫൻസ് ബന്ധം അർമേനിയ ഇന്ത്യയുമായിട്ട് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇന്ത്യക്ക് ഒരു ലോങ് ടേം ബിസിനസ് പാർട്ട്ണറെയും ഒരു സുഹൃത്തിനെയും കൂടെയാണ് അവിടെ കിട്ടുന്നത്. സോ അർമേനിയ ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട പ്രതിരോധ പങ്കാളിയും ഉപഭോക്താവുമായിട്ട് മാറുന്നു. രണ്ടാമത്തേത് ഫിലിപ്പീൻസ് ആണ്. ഇന്ത്യയുടെ പ്രസിദ്ധമായ ബ്രഹ്മോസ് മിസൈലുകൾ വാങ്ങുന്ന ഒരു രാജ്യമാണ് ഫിലിപ്പീൻസ്. അതും ഒരു തുടക്കമാണ്. ഇന്ത്യ ഫിലിപ്പീൻസ് ഡിഫൻസ് കരാറുകൾ കൂടുതൽ വരാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം ഒരു ലോങ് ടേം റിലേഷൻ ഇന്ത്യ ഫിലിപ്പീൻസുമായിട്ട് ബ്രഹ്മോസ് കൊടുത്തതിലൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇന്തോനേഷ്യയും വിയറ്റ്നാമും. അതിൽ ബ്രഹ്മോസ് ഇന്ത്യയിൽ നിന്ന് വാങ്ങുന്നു എന്ന് ഉറപ്പായ ഒരു രാജ്യമാണ് ഇപ്പോൾ ഇന്തോനേഷ്യ. വിയറ്റ്നാമും വൈകാതെ തന്നെ ഇന്ത്യയുമായിട്ട് കരാർ ഒപ്പിടുമെന്നാണ് സൂചന. പിന്നെയുള്ള പ്രതിരോധ പങ്കാളികളാണ് മൗറീഷ്യസും സീഷെൽസും. പെട്രോൾ വെസൽസ് ഇന്ത്യയിൽ നിന്ന് പ്രധാനമായിട്ട് ഈ രാജ്യങ്ങൾ വാങ്ങുന്നുണ്ട്. ഡോണിയർ വിമാനങ്ങൾ വാങ്ങുന്നുണ്ട്. ഈ രാജ്യങ്ങളുടെ സുരക്ഷയിൽ ഇന്ത്യക്ക് ഒരു വലിയ പങ്കുണ്ട്. ഇന്ത്യ ഈ രാജ്യങ്ങൾക്ക് സുരക്ഷ നൽകുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. മ്യാൻമാർ, ടോർപിഡോകളാണ് മ്യാൻമാർ ഇന്ത്യയിൽ നിന്ന് വാങ്ങുന്നത്. കടലിനടിയിൽ ഉപയോഗിക്കുന്ന മിസൈലുകളാണ് ടോർപിഡോകൾ. ഈ ടോർപിഡോകൾ മ്യാൻമാർ ഇന്ത്യയിൽ നിന്ന് വാങ്ങുന്നുണ്ട്. ഇനി ആയുധങ്ങളുടെ ഭാഗങ്ങൾ വാങ്ങുന്ന രാജ്യങ്ങൾ ഒരുപാടുണ്ട്. അമേരിക്കയുടെ കാര്യമെടുക്കാം. ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതിയിൽ പണം കൊണ്ട് നോക്കിയാൽ ഒന്നാം സ്ഥാനത്ത് അമേരിക്കയാണ്. അവർ വാങ്ങുന്നത് മിസൈലുകളല്ല, മറിച്ച് വിമാനങ്ങളുടെയും ഹെലികോപ്റ്ററുകളുടെയും ടാങ്കുകളുടെയും ഒക്കെ ഭാഗങ്ങളാണ്. ബോയിങ് കമ്പനി അപ്പാച്ചെ ഹെലികോപ്റ്ററിന്റെ ഫ്യൂസ്ലേജ് ഇന്ത്യയിലാണ് നിർമ്മിക്കുന്നത്, നമ്മുടെ ഹൈദരാബാദില്. അതുപോലെ 737 വിമാനങ്ങളുടെ വാതിലുകളും മറ്റും ഇന്ത്യയിൽ നിന്നാണ് വാങ്ങുന്നത്. ലോക്ഹീഡ് മാർട്ടിൻ C-130J സൂപ്പർ ഹെർക്കുലീസ് വിമാനത്തിന്റെ ചിറകുകളും മറ്റും ഇന്ത്യയിലാണ് നിർമ്മിക്കുന്നത്. ഫ്രാൻസ് റഫാൽ വിമാനങ്ങളുടെയും മറ്റും ഇലക്ട്രോണിക്സ് ഭാഗങ്ങളും സോഫ്റ്റ്വെയറുകളും ഇന്ത്യയിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത്. ഇസ്രായേല് ഡ്രോണുകളുടെ ഭാഗങ്ങളും ചെറിയ ആയുധങ്ങളും ഇന്ത്യയിൽ നിന്ന് വാങ്ങുന്നുണ്ട്. ഇനി കവചിത വാഹനങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ ഒരു സ്റ്റാർ ആണ്. ഇന്ത്യയുടെ ടാറ്റ, മഹീന്ദ്ര തുടങ്ങിയ കമ്പനികൾ നിർമ്മിക്കുന്ന സൈനിക വാഹനങ്ങൾ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കാണ് ഏറ്റവും അധികം പോകുന്നത്. അതുപോലെ തന്നെയാണ് വെടിക്കോപ്പുകൾ. വിവിധ തരം വെടിയുണ്ടകളും സ്ഫോടക വസ്തുക്കളും 30-ലധികം രാജ്യങ്ങളിലേക്ക് ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നു. ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകളും ഹെൽമറ്റുകളും ഏകദേശം 100ഓളം രാജ്യങ്ങളിലേക്ക് ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നു. 100-ലധികം രാജ്യങ്ങളാണ് ഇന്ത്യയുടെ ഈ സുരക്ഷാ കവചങ്ങൾ ഉപയോഗിക്കുന്നത്. എന്ന് വെച്ചാൽ ഇന്ത്യ വെറും ഒരു ആയുധം വാങ്ങുന്ന രാജ്യമല്ല, മറിച്ച് ആഗോള വിതരണ ശൃംഖലയിലെ ഒരു പ്രധാന കണ്ണിയായിട്ട് ഇതിനോടകം തന്നെ മാറിക്കഴിഞ്ഞു. 2014 മുമ്പ് ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ ഇറക്കുമതിക്കാരായിരുന്ന ഇന്ത്യ ഇന്ന് 100-ലധികം രാജ്യങ്ങളിലേക്ക് ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുകയാണ്. 2024-25 കാലഘട്ടത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി 21,000 കോടി രൂപയ്ക്ക് മുകളിലേക്കാണ് കടന്നത്. അതായത് റഷ്യയും അമേരിക്കയും ആയുധ വിപണി ഭരിക്കുമ്പോഴും അവരെക്കാൾ കുറഞ്ഞ ചെലവിൽ എന്നാൽ അതേ ഗുണനിലവാരത്തിൽ ആയുധങ്ങൾ നൽകാൻ ഇന്ത്യക്ക് കഴിയുന്നുണ്ട് എന്നത് ആഗോളതലത്തിൽ തന്നെ വലിയൊരു മാറ്റത്തിന് ഇന്ത്യ തുടക്കമിടുന്നു എന്നതിന്റെ സൂചനയാണ്. ഉയർന്ന ഗുണനിലവാരം, തദ്ദേശീയമായി ഇന്ത്യൻ ടെക്നോളജി യൂസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ റഷ്യൻ പാശ്ചാത്യ സാങ്കേതിക വിദ്യകളുടെ മിശ്രിതം, ഇത് ഇന്ത്യൻ ആയുധങ്ങളുടെ ഒരു സവിശേഷതയാണ്. വാങ്ങുന്ന രാജ്യത്തിന്റെ പരമാധികാരത്തെ ഇന്ത്യ മാനിക്കുന്നു എന്നതൊരു പ്രത്യേകതയാണ്. ചൈനയെ ആയുധ കയറ്റുമതിയിൽ ഇന്ത്യ മറികടന്ന് വലിയൊരു ശക്തിയായിട്ട് മാറാൻ പോകുന്നു എന്ന് പറയുന്നതിന്റെ പ്രധാന കാരണങ്ങളിൽ മറ്റൊന്ന്, ചൈനീസ് കയറ്റുമതി വലിയ പ്രതിസന്ധി നേരിടുകയാണ്. ഗുണനിലവാരമില്ല എന്നതാണ് പ്രധാന പരാതി. ചൈനീസ് എയർ ഡിഫൻസ് സിസ്റ്റംസ് ഒക്കെ ഉപയോഗിച്ച ഇറാന്റെയും വെനസ്വേലയുടെയും പാകിസ്ഥാന്റെയും ഒക്കെ അവസ്ഥ നമ്മളിപ്പോൾ കണ്ടില്ലേ. മാത്രമല്ല ചൈന വായ്പാ കെണിയിലോ രാഷ്ട്രീയ സമ്മർദ്ദത്തിലോ പെടുത്തുന്ന ഒരു രാജ്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ചൈനയുമായിട്ടുള്ള കരാറുകൾ രാജ്യങ്ങൾ പുനഃപരിശോധിക്കുകയാണ്. ചൈനയുടെ കയറ്റുമതി എന്ന് പറയുന്നത് പ്രധാനമായിട്ട് പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, കുറച്ച് മ്യാൻമാറിന് ആയുധങ്ങൾ കൊടുക്കുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ച് ആഫ്രിക്കൻ രാജ്യങ്ങൾക്കും മാത്രമാണ് ചൈനീസ് ആയുധങ്ങൾ പോകുന്നത്. ഇന്ത്യയുടെ പാർട്ട്നേഴ്സ് എല്ലാം സ്റ്റാർ പാർട്ട്നേഴ്സ് ആണ്. വെറും ദരിദ്ര രാജ്യങ്ങൾക്ക് മാത്രമല്ല ഇന്ത്യ ആയുധങ്ങൾ കൊടുക്കുന്നത്. ഇന്ത്യ ആയുധങ്ങൾ കൊടുക്കുന്ന രാജ്യങ്ങളുടെ കൂട്ടത്തില്
വളരെ സമ്പന്ന രാജ്യങ്ങളുമുണ്ട്. ഇപ്പോൾ ഈ ഗൾഫ് ഇറാൻ യുദ്ധമൊക്കെ കഴിഞ്ഞതിന് ശേഷം, അതായത് ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിന് ശേഷം മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഒരു ലോഡ് ടീമുകൾ ആയുധങ്ങൾക്കായിട്ട് ഇന്ത്യയിലേക്ക് വരും. UAE അടക്കമുള്ള രാജ്യങ്ങൾ ഇന്ത്യയിൽ നിന്ന് എയർ ഡിഫൻസ് സിസ്റ്റംസ് അടക്കം വാങ്ങിക്കൊണ്ട് ഇന്ത്യയുമായിട്ടുള്ള പ്രതിരോധ പങ്കാളിത്തത്തിന് തുടക്കമിടുമെന്നത് അടിവരയിട്ട് പറയാൻ പറ്റും. കാരണം ഇന്ത്യൻ ആയുധങ്ങൾ വാങ്ങിയിട്ടുള്ള രാജ്യങ്ങൾക്കൊന്നും ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടില്ല. ബ്രഹ്മോസ് മിസൈൽ വാങ്ങിയ ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചൈന ഫിലിപ്പീൻസിനെതിരെ അഗ്രസീവായിട്ടുള്ള പെരുമാറ്റത്തിൽ കുറവ് വരുത്തിയത്. ബ്രഹ്മോസ് ഫിലിപ്പീൻസിന്റെ കയ്യിലെത്തിയ ഒറ്റ കാരണം കൊണ്ട്. അതുപോലെയാണ് ആകാശ് മിസൈൽ സിസ്റ്റവും പിനാക്ക റോക്കറ്റ് ലോഞ്ചർ സിസ്റ്റവും അതുപോലെ റഡാർ സംവിധാനങ്ങളും ഒക്കെ ഇന്ത്യയിൽ നിന്ന് വാങ്ങിയതിനു ശേഷമാണ് അസർബൈജാൻ അർമേനിയക്കെതിരായിട്ടുള്ള അഗ്രസീവായിട്ടുള്ള പെരുമാറ്റം അവസാനിപ്പിച്ചത്. അതായത് ഇവിടെ കാര്യങ്ങൾ വ്യക്തമാണ്. ഇന്ത്യയുടെ പ്രതിരോധ ആയുധങ്ങൾ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് നാച്ചുറലായിട്ട് തന്നെ സുരക്ഷയും കൂടെ കിട്ടുകയാണ്. അതായത് പ്രത്യേകിച്ച് കൂടുതൽ എഫേർട്ട് ഇടേണ്ടി വരുന്നില്ല. നാച്ചുറലായിട്ട് തന്നെ അവരുടെ സുരക്ഷ ഉറപ്പുവരുത്തുകയാണ്. എന്നാൽ ആ സുരക്ഷ ചൈനീസ് ആയുധങ്ങൾ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് കിട്ടുന്നില്ല. അവിടെ ഗുണനിലവാരം തന്നെയാണ് ഒരു പ്രധാന വില്ലൻ എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യ ഒരു പ്രധാന പ്രതിരോധ പങ്കാളിയായിട്ട് ആഗോളതലത്തിൽ ഉയർന്നു വരുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണമാണ് ഇന്തോനേഷ്യയുമായിട്ട് ഇപ്പോൾ ഉണ്ടാവുന്ന ഈ കരാർ.